രാഹുൽ ഗാന്ധിയുടെ മിനിമം വരുമാനം പദ്ധതി വലിയ വിമർശനങ്ങൾക്ക് ഇടയായിരിക്കുകയാണ്. കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ തോമസ് ഐസക് വരെ ഈ പദ്ധതിക്കെതിരെ ശബ്ദിച്ച് മുന്നോട്ട് വരികയുണ്ടായി. അവരൊക്കെ ചോദിച്ചത് ഇങ്ങനെയൊരു പദ്ധതി അത് എങ്ങനെയാണ് നടപ്പിൽ വരുത്തുക എന്ന്, എവിടെ നിന്നാണ് ഇതിന് പണം ഗവൺമെന്റ് കണ്ടെത്തുക എന്ന ഒരു ചോദ്യവും അവരുന്നയിച്ചിട്ടുണ്ട്. പക്ഷേ രാഹുൽ ഗാന്ധിക്ക് വ്യക്തമായ ഉത്തരം ഇതിനൊക്കെ നൽകാനുണ്ട്. 6 മാസത്തെ കൃത്യമായിട്ടുള്ള നിരീക്ഷണത്തിനൊടുവിലും കൃത്യമായിട്ടുള്ള ചർച്ചകൾക്ക് ശേഷവും വ്യക്തമായി വസ്തുതാപരമായി കാര്യങ്ങൾ അന്വേഷിച്ച് ഇങ്ങനെയൊരു പദ്ധതി നടപ്പിലാക്കാൻ സാധിക്കുമോ എന്നുള്ളത് വരെ കൃത്യമായി പഠിച്ചതിന് ശേഷമാണ് രാഹുൽ ഗാന്ധി മിനിമം വരുമാനം എന്ന പദ്ധതി നടപ്പിൽ വരുത്താൻ മുന്നോട്ട് വന്നത്. അതായത് അധികാരത്തിലെത്തിക്കഴിഞ്ഞാൽ ഞങ്ങൾ നടത്തുന്ന പദ്ധതി ഇതായിരിക്കുമെന്ന് പ്രഖ്യാപനം നടത്താനുള്ള കാരണം നിരവധി സാമ്പത്തിക വിദഗ്ധരുമായി കൃത്യമായി ആലോചിച്ച് നടപ്പിൽ വരുത്താൻ തീരുമാനിച്ച ഒരു പദ്ധതി അധികാരത്തിലേറിയതിന് ശേഷം, അതായത് ഇന്ത്യക്ക് പുറത്തു നിന്നുള്ള സാമ്പത്തിക വിദഗ്ധരുടെ സഹായം ചോദിച്ചു. അതോടൊപ്പം എടുത്തു പറയേണ്ടത് റിസർവ് ബാങ്കിന്റെ മുൻ ഗവർണറായിട്ടുള്ള രഘുരാം രാജന്റെ റിപ്പോർട്ടും ഈ വിഷയത്തിൽ തേടിയിട്ടുണ്ട്. അദ്ദേഹം അനുകൂലമായിട്ടുള്ള ഒരു റിപ്പോർട്ട് നൽകിയെന്നാണ് രാഹുൽ ഗാന്ധി മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. 6 മാസത്തെ കൃത്യമായ പഠനത്തിന് ശേഷമാണ് രാഹുൽ ഗാന്ധി ഇങ്ങനെയുള്ള ഒരു പ്രഖ്യാപനം നടത്തിയത്. നമുക്ക് നോക്കാം എന്താണ് ഈ 12,000 രൂപ മാസ വരുമാനം എന്ന പദ്ധതി എന്ന്. ഒരു കുടുംബത്തിന് 8,000 രൂപയാണ് മാസ വരുമാനമെങ്കിൽ അത് 12,000 ആക്കാൻ വേണ്ടി സർക്കാർ 4,000 രൂപ നൽകുകയാണ് ഈ പദ്ധതി. അതായത് 12,000 രൂപ മാസ വരുമാനത്തിലേക്ക് ഒരു കുടുംബത്തെ കൊണ്ടുപോവുകയും പ്രതിവർഷം 72,000 രൂപ വരുമാനമാക്കി തീർക്കുന്ന അതിമനോഹരമായിട്ടുള്ള ഒരു പദ്ധതി. ചില ആളുകൾ ചോദിക്കുന്നു ഈ പദ്ധതിക്ക് എവിടെ നിന്നാണ് പണം ലഭിക്കുക എന്ന്. അതിനും വ്യക്തമായ ഉത്തരമുണ്ട്. അതായത് ഇന്ത്യയിലെ അതിസമ്പന്നരായ ആളുകൾക്ക് നികുതിയിൽ വലിയ ഒരു വർധനമുണ്ടാക്കി അതിൽ നിന്നും ഇതിനുള്ള പണം കണ്ടെത്തും, മറ്റുള്ള മാർഗങ്ങളും തേടും. എന്നാൽ പ്രധാനമായും ഇത് തന്നെയാണ് ഇന്ത്യയിലെ അതിസമ്പന്നരിൽ നിന്നും നികുതി കൂടുതലായി ഈടാക്കിയതിനു ശേഷം അതിൽ നിന്നും ഒരു പണം കണ്ടെത്തി ഈ വരുമാനത്തിലേക്ക് എത്തിക്കാനുള്ള ഒരു സ്രോതസ്സാക്കി അതിനെ മാറ്റും. മറ്റൊരു വിഷയം എന്ന് പറയുന്നത് 25 കോടി ജനങ്ങൾക്ക് ഈ പദ്ധതി ഉപകാരമാകും. അതായത് ഒരു വീട്ടിൽ നിന്ന് 5 പേർ, അതായത് 5 കോടി കുടുംബങ്ങൾക്കായിരിക്കും ഈ പദ്ധതി ലഭിക്കുക. ഒരു വീട്ടിൽ നിന്ന് 5 പേര് ഈ പദ്ധതിയിൽ ഉൾപ്പെടുമെന്നും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. 3.6 ലക്ഷം കോടി രൂപയാണ് ഈ പദ്ധതിയുടെ ചിലവായി കാണുന്നുള്ളത്. ഈ ചിലവ് കൃത്യമായിട്ടുള്ള സ്രോതസ്സുകളിലൂടെ സർക്കാരിന് ലഭ്യമാക്കാനുള്ള വഴികളും ഇതിനോടകം തന്നെ രാഹുൽ ഗാന്ധി കണ്ടെത്തിയിട്ടുണ്ട്. നമ്മളൊന്ന് നോക്കുക, ഇന്ത്യ രാജ്യത്തെ ഒറ്റ നിമിഷത്തിൽ ഒന്നുമല്ലാതാക്കി മാറ്റിയ ഒരു പദ്ധതിയല്ലേ നോട്ട് നിരോധനം. ആ നോട്ട് നിരോധനത്തിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള നീക്കങ്ങൾ അല്ലെങ്കിൽ അത് എന്ത് നിരീക്ഷണത്തിലൂടെയാണ് ആ പദ്ധതി നടപ്പിലാക്കിയതെന്ന് വ്യക്തമായി നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ കാര്യങ്ങൾ മനസ്സിലാകും. അതിനൊരു അടിത്തറയുണ്ടായിരുന്നില്ല എന്ന്. അപ്പോൾ ഈ രാഹുൽ ഗാന്ധിയുടെ ഈ പ്രഖ്യാപനവും ഈ നിരീക്ഷണവും ഒക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഈ പ്രഖ്യാപനം നടപ്പിൽ വരുത്താൻ സർക്കാരിന് ചെറിയ പ്രയാസങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നതാണ്. അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധി തന്നെ ഇറങ്ങി പറഞ്ഞിരിക്കുകയാണ് വിമർശകരോട്, ഇതാണ് പദ്ധതി, ഇങ്ങനെയൊക്കെയാണ് ഞങ്ങൾ നിരീക്ഷിച്ചിട്ടുള്ളത്, ഇതൊക്കെയാണ് ഈ പണം വരാനുള്ള സ്രോതസ് എന്ന് രാഹുൽ ഗാന്ധി ഉറച്ച സ്വരത്തിൽ പറഞ്ഞിരിക്കുകയാണ് മാധ്യമങ്ങളോട്. മറ്റൊരു കാര്യം, BJP ഇടയ്ക്കിടയ്ക്കൊക്കെ പറയാറുള്ള ഒരു കാര്യമാണ് നമ്മൾ ഇന്ത്യയിലെ ദാരിദ്ര്യത്തെ ഇല്ലാതാക്കുന്നു എന്ന്. പക്ഷേ ഇവിടെ BJP ചെയ്തത് ദാരിദ്ര്യത്തെ ഇല്ലാതാക്കുകയല്ല, മറിച്ച് ദരിദ്രരെ ഇല്ലാതാക്കി എന്നുള്ളതാണെന്നാണ് രാഹുൽ ഗാന്ധിയുടെ വാദം. ഞങ്ങൾ ചെയ്യുന്നത് ഇന്ത്യയിലെ ദാരിദ്ര്യത്തെ ഇല്ലാതാക്കുമെന്ന് ഉറച്ച നിലപാടോടുകൂടി നിങ്ങളോട് തുറന്നു പറയുന്നു എന്നാണ് രാഹുൽ ഗാന്ധി മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഈ പദ്ധതി കടന്നു വന്നിട്ടുള്ളത്. എന്തായാലും ഈ പദ്ധതി സ്ത്രീകൾക്ക് വലിയ മുൻഗണന നൽകുന്നുണ്ട്. അതായത് വീട്ടിലെ കുടുംബനാഥയുടെ അക്കൗണ്ടിലേക്കായിരിക്കും ഈ പണം വരുന്നുള്ളത്. അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് ഇത്രയും ഒരു മുൻഗണന നൽകിക്കൊണ്ടുള്ള ഒരു പദ്ധതി ചിലപ്പോൾ ഇന്ത്യയിൽ തന്നെ വിരളമായിരിക്കാമെന്ന് വേണമെങ്കിൽ പറയാം. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.